നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും അവസാനമായി പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ വിമാനത്താവളം യാത്രക്കാരുടെ എണ്ണത്തിൽ നേരിടുന്നത് വലിയ പ്രതിസന്ധി. 2023-24 സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പുറത്തുവരുമ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ 6.7% കുറവാണ് രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തുമ്പോഴാണ് കണ്ണൂരിന്റെ ഈ ശോചനീയ അവസ്ഥ പുറത്തുവരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള മൂന്നാമത്തെ വിമാനത്താവളമായി നെടുമ്പാശ്ശേരി മാറി. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിന്റെ വരുമാനത്തിൽ 13.42 കോടി രൂപയുടെ ഇടിവ് നേരിട്ടു. 2023 കണ്ണൂർ വിമാനത്താവളത്തിൽ 11,77,000 യാത്രക്കാരാണ് എത്തിയത്. ഇതിൽ 4,13,354 ആഭ്യന്തരവും 7,64,537 അന്താരാഷ്ട്ര യാത്രകളുമാണ് നടന്നത്. 2022 കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 2023 കുറവാണ് രേഖപ്പെടുത്തിയത്. 4,04,000 ആഭ്യന്തര യാത്രക്കാരും 8,53,000 അന്താരാഷ്ട്ര യാത്രക്കാരും ഉൾപ്പെടുമ്പോൾ 12,57,000 മുകളിൽ യാത്രക്കാരെ വിമാനത്താവളം 2022-23 കൈകാര്യം ചെയ്തിരുന്നു. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിമാനത്താവളം 19% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആഭ്യന്തര വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ 5,791 നിന്ന് 5,969 ഉയർന്നു. യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. അതേസമയം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ 18% വർധനവാണ് രേഖപ്പെടുത്തിയത്. 1,60,65,655 യാത്രക്കാരെയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ കൈകാര്യം ചെയ്തത്. ഇതിൽ 49 ലക്ഷത്തിലധികവും അന്താരാഷ്ട്ര യാത്രക്കാരും 54 ലക്ഷത്തിലധികം ആഭ്യന്തര യാത്രക്കാരുമാണ്. കഴിഞ്ഞ വർഷത്തിൽ ഏകദേശം 88.4 ലക്ഷം യാത്രക്കാരാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര ചെയ്തത്. 2023-24 29,502 അന്താരാഷ്ട്ര വിമാനങ്ങളും 37,967 ആഭ്യന്തര വിമാനങ്ങളും പ്രവർത്തനം നടത്തി. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 25,724, 32,554 എന്നിങ്ങനെയായിരുന്നു. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിമാനത്താവളമായ തിരുവനന്തപുരം യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തി. ഈ വർഷം 44,518 യാത്രക്കാരെയാണ് കൈകാര്യം ചെയ്തത്. കഴിഞ്ഞ വർഷം ഇത് 34 ലക്ഷത്തിന് മുകളിലായിരുന്നു. ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണം 16,79,000 നിന്ന് 23,55,000 ഉയർന്നപ്പോൾ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം 17,98,682 നിന്ന് 20,50,218 ഉയർന്നു.